പുട്ടുകുറ്റി പൊടിക്കുന്നത് പോലെ പുട്ടിനെ പൊടിച്ചു കളയോ ട്രംപ് എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട്. തിരിച്ചു വരട്ടാനുള്ള ത്രാണി നിലവിൽ റഷ്യക്ക് ഇല്ലതാൻ. ട്രംപിൻ്റെ ഈ മുന്നറിയിപ്പിൽ പുതിയതായിട്ടൊന്നും ഇല്ലെന്ന് ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ് പറയുന്നുണ്ട്. പരസ്പര ബഹുമാനത്തോടു കൂടിയുള്ള ചർച്ചകളാകാമെന്ന് പറയുന്നുണ്ടെങ്കിലും അക്ഷരാർത്ഥത്തിൽ പുടിൻ വരുന്നു എന്ന് തന്നെ വേണം കരുതാൻ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രംപ് സത്യത്തിൽ അധികാരത്തിൽ ഏറി കഴിഞ്ഞ ഉടൻ തന്നെ വളരെ പെട്ടെന്ന് കുറേ തീരുമാനങ്ങൾ എടുക്കുകയാണ്. പറഞ്ഞ കാര്യങ്ങളും നേരത്തെ പറഞ്ഞിരുന്ന കാര്യങ്ങളും അദ്ദേഹത്തിന് മനസ്സിലുണ്ടായിരുന്ന കാര്യങ്ങളും ഒക്കെ വളരെ പെട്ടെന്ന് അങ്ങ് നടപ്പാക്കുകയാണ്. അപ്പോൾ 24 മണിക്കൂറിനുള്ളിൽ റഷ്യയും ഉക്രൈനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുമെന്നാണ് ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നത്. ഈ സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു. പെട്ട് കഴിഞ്ഞപ്പോൾ തന്നെ താൻ അധികാരമേറ്റെടുത്താൽ 24 മണിക്കൂറിനകം യുദ്ധം അവസാനിപ്പിക്കും എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. യഥാർത്ഥത്തിൽ ഈ റഷ്യയും ഉക്രൈനുമായുള്ള യുദ്ധത്തിൽപ്പെട്ട് റഷ്യ ഒത്തിരി തകർന്നിരിക്കുകയാണ്. റഷ്യയുടെ സമ്പദ്ഘടന എന്ന് പറയുന്നത് വളരെ 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 തകർന്നിരിക്കുകയാണ്. റഷ്യയിൽ യുവാക്കളൊക്കെ വളരെ നിരാശരാണ്. അവിടെ തൊഴിലില്ലായ്മ എന്ന് പറയുന്നത് അതിരൂക്ഷമാണ്, അതിഭീകരമാണ്. പണപ്പെരുപ്പം എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. നമ്മുടെ മൊത്തത്തിൽ റഷ്യയുടെ സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് താറുമാറായിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇത്ര നീണ്ടു നിൽക്കുമെന്ന് വിചാരിച്ച് അല്ല റഷ്യ സത്യത്തിൽ യുദ്ധത്തിൽ ഇത്ര വലിയൊരു തിരിച്ചടി ഉക്രൈനിൽ നിന്ന് അവർ പ്രതീക്ഷിച്ചിരുന്നുമില്ല എന്ന് വേണം കരുതാൻ. കാരണം കുറേ കാലം കൊണ്ട് ഇതങ്ങ് അവസാനിക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ അത് ഇപ്പോൾ ഈ എന്താ പറയുന്നത് ചെന്നിറങ്ങിപ്പെട്ടും പോയി അങ്ങനെ ഒരു അവസ്ഥയിലാണ് റഷ്യയുടെ നിലനിൽപ്പ്. അതുകൊണ്ട് തന്നെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ഒരു തോന്നൽ മാനസികമായിട്ട് അവർക്കുണ്ടാകും. യുദ്ധം തന്നെ അവരെ തകർത്തിരുന്നത്. അപ്പോഴാണ് ഇപ്പോൾ ഈ ട്രംപ് നേരത്തെ തന്നെ ഈ ബൈഡൻ ഭരണകൂടം തന്നെ യുക്രൈൻ ഒത്തിരി ആയുധങ്ങളൊക്കെ കൊടുത്തിരുന്നു. അത്രയും കൊടുത്തിരുന്നു. യുദ്ധത്തിൽ യുക്രൈനെ സഹായിക്കുന്ന ഒരു നിലപാടെടുത്തിരുന്നു, ആയുധങ്ങൾ കൊടുത്തിരുന്നു. പക്ഷേ അതൊന്നും അതേപടി തുടരുന്നതിനെ പറ്റിയല്ല ട്രംപ് പറയുന്നത്. ആയുധങ്ങൾ കൊടുക്കുന്നെന്നോ സഹായിക്കുന്നുവെന്നോ ഒന്നുമല്ല. യുദ്ധം അവസാനിപ്പിക്കാനുള്ള കടുത്ത തീരുമാനം എന്ന് എടുക്കുമെന്നാണ്. അത് യുദ്ധം ആയുധങ്ങളെക്കാൾ ഉപരി മറ്റ് സാമ്പത്തിക ഘടകങ്ങളിലാണ് ട്രംപ് ഉപയോഗിക്കുന്നത്. ഉപരോധങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ മറ്റ് സഖ്യ കക്ഷികളെ അല്ലെങ്കിൽ തങ്ങളുടെ രാഷ്ട്രങ്ങളെ കൂടെ ചേർത്ത് നിർത്തിക്കൊണ്ട് റഷ്യക്കെതിരായ ഉപരോധം കടുപ്പിക്കുക എന്നുള്ള ഒരു നിലപാടാണ് ട്രംപ് എടുത്തിരിക്കുന്നത്. നമ്മൾ തീർച്ചയായിട്ടും ഒരർത്ഥത്തിൽ അത് ഒരു നല്ല കാര്യമാണ്. കാരണം ഈ യുദ്ധം അവസാനിക്കേണ്ടതാണ്. ലോകത്ത് ഇപ്പോൾ നമ്മൾ ഈ കണ്ടതുപോലെ ഗാസയിലെ യുദ്ധം അവസാനിച്ചു. ലോകത്തെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടുന്ന 2 യുദ്ധങ്ങളായിരുന്നു ഇപ്പോൾ ലോകത്തുണ്ടായിരുന്നു. ഇസ്രായേലിനും പലസ്തീനുമായി നടന്നിരുന്ന യുദ്ധം, പിന്നെ ഈ റഷ്യയും ഉക്രൈനുമായിട്ടുള്ള യുദ്ധവും. ഈ 2 യുദ്ധങ്ങളിലും ഉണ്ടാകുന്ന നഷ്ടങ്ങളും നഷ്ടപ്പെടുന്ന മനുഷ്യരും നഷ്ടപ്പെടുന്ന സമ്പത്തും അല്ലെങ്കിൽ നമ്മൾ മനുഷ്യരാശിക്ക് തന്നെ മൊത്തത്തിൽ തന്നെ മനുഷ്യരാശിയെ വകഞ്ഞ് എന്താ പറയുന്നത് ലോകത്തെ ഒരു സമാധാന അന്തരീക്ഷം കെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഈ യുദ്ധം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് അവസാനിക്കുന്നതാണ്. പക്ഷേ ഇവിടെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനപ്പുറത്തേക്ക് ട്രംപ് കാണിക്കുന്ന അല്ലെങ്കിൽ ട്രംപ് ലോകത്തിൻ്റെ മേൽക്കോയ്മയിൽ അമേരിക്ക തന്നെ എത്തുന്നു എന്ന ഒരു അവസ്ഥ. റഷ്യക്ക് സോവിയറ്റ് യൂണിയൻ തകർന്നതോടുകൂടി ലോകത്തിൻ്റെ ശാക്തിക ചേര് തന്നെ 2ആയിട്ട് മാറിക്കഴിഞ്ഞിരുന്നല്ലോ. സോവിയറ്റ് യൂണിയൻ തകർന്ന് പല രാഷ്ട്രങ്ങളായി മാറുകയും റഷ്യ എന്ന് പറയുന്ന ഒരു രാഷ്ട്രത്തിന് മാത്രമായിട്ട് പഴയ ഒരു പ്രതാപം ഇല്ല എന്നുള്ളതും ഒക്കെ ലോകം കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആ ശീതയുദ്ധം എന്ന് പറയുന്ന അമേരിക്കയും സോവിയറ്റ് യൂണിയനുമായിട്ട് ഒരു ശീതയുദ്ധം തന്നെ അവസാനിച്ച് കഴിഞ്ഞിരുന്നു അല്ലേ? അങ്ങനെയാണ്. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞിരുന്നു. അപ്പോൾ ആ റഷ്യയുടെ മേൽക്കോയ്മ എന്ന് പറയുന്നത് സോവിയറ്റ് യൂണിയൻ അക്ഷരാർത്ഥത്തിൽ തകർന്നിരുന്നല്ലോ. ഇപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയും ചൈനയുമാണ് അവർ ശ്രദ്ധിക്കുന്ന രാജ്യങ്ങൾ, റഷ്യയേക്കാൾ കൂടുതൽ ശ്രദ്ധിക്കുന്ന രാജ്യങ്ങൾ. പ്രധാനമായും ജനസംഖ്യയാണ്. ലോകത്ത് ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യം യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇന്ത്യയാണ്. നേരത്തെ ചൈനയായിരുന്നു. പുതിയ സെൻസസ് അല്ലെങ്കിൽ കാനേഷ് കണക്കുകൾ വരാത്തത് കൊണ്ടാണ് ഇന്ത്യ 1ാം സ്ഥാനത്ത് എത്തിയെന്ന് പറയാതിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അപ്പോൾ ഈ 2 രാജ്യങ്ങളിലെ ഈ പങ്കാളിത്തം അല്ലെങ്കിൽ ജനങ്ങളുടെ വർധനം, ഇത്രയും വലിയ ജനസംഖ്യ, അമേരിക്കയെ പോലെ കച്ചവട കണ്ണുള്ള ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം, കച്ചവട താല്പര്യമുള്ള ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനം എന്ന് പറയുന്നത് അവരുടെ വിപണനം, വാണിജ്യം ഇതൊക്കെയാണല്ലോ. അതുകൊണ്ട് ആ അർത്ഥത്തിൽ അമേരിക്കയും ഇന്ത്യയും അമേരിക്കയും ചൈനയും തമ്മിലുള്ള ഒരു എന്താ പറയുന്നത് അവർ തമ്മിലുള്ള ഒരു രീതിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ. അതുകൊണ്ട് റഷ്യ അത്രത്തോളം വരുന്നില്ല. പക്ഷേ ഈ യുദ്ധത്തിൽ ഒരു നിലപാടുണ്ട് ട്രംപിന് വളരെ കൃത്യമായിട്ട്. എന്ന് മാത്രമല്ല ട്രംപ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഉക്രൈനുമായിട്ടുള്ള യുദ്ധം അവസാനിപ്പിക്കണം. താൻ ഉണ്ടായിരുന്നെങ്കിൽ, താൻ ആ സമയത്ത് അധികാരം ഉണ്ടായിരുന്നെങ്കിൽ യുദ്ധം തന്നെ ഉണ്ടാകുമായിരുന്നില്ല എന്നാണ്. ട്രംപ് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുകയും ഒരുപാട് സ്വയം ബൂസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ആളാണ്. പക്ഷേ ഇതൊക്കെയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ
കരുത്തേറിയ ചില കാഴ്ചപ്പാടുകളുണ്ട്, വളരെ കൃത്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ലോകം തന്നെ ട്രംപിൻ്റെ ഈ വരവിനെ ഒരർത്ഥത്തിൽ ആശങ്കയോടുകൂടിയാണ് ഒരുപാട് ലോകരാഷ്ട്രങ്ങൾ കണ്ടത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രംപിൻ്റെ ആ രീതികളാണ്. അമേരിക്കൻ പ്രസിഡന്റിലുള്ള അധികാരത്തോളം എന്താ പറയുന്നത് വലിയ അധികാരം അല്ലെങ്കിൽ പൂർണ്ണമായ അധികാരം ഇപ്പം നമ്മുടെ രാജ്യത്ത് തന്നെ അതുകൊണ്ടല്ലേ ഇപ്പോൾ ഈ നരേന്ദ്രമോദിയൊക്കെ ഒരു തെരഞ്ഞെടുപ്പ് എന്നൊക്കെ പറയുമ്പോൾ അത് പ്രസിഡൻഷ്യൽ ഭരണ രീതിയിലേക്കുള്ള ഒരു പോക്കാണെന്നുള്ള ഒരു ഉദ്ദേശത്തിലാണല്ലോ പലപ്പോഴും നമ്മുടെ പ്രതിപക്ഷ കക്ഷികൾ അതിനെ വളരെ ശക്തമായിട്ട് എതിർക്കുന്നത്. ആദ്യം ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയും, പിന്നീട് നമ്മൾ പ്രസിഡൻഷ്യൽ രീതിയിലേക്ക് മാറുമെന്നൊക്കെ പറയാം. അപ്പോൾ അത്രയേറെ അധികാരം ഉള്ള ഈ മനുഷ്യന് ഉപയോഗിക്കുന്ന രീതി എന്ന് പറയുന്നത് പലപ്പോഴും നമ്മളെ ലോകം ശ്രദ്ധിച്ചിട്ടുണ്ട്, ലോകത്തെ ഭയപ്പെടുത്തിയിട്ടുണ്ട്. കാരണം മറ്റു മനുഷ്യരുടെ ഒരു സാധാരണ മനുഷ്യരുടെ കൂടെ അല്ലെങ്കിൽ അവിടെ അമേരിക്കയിൽ തന്നെയുള്ള പഴയ ഭരണാധികാരികൾ പോലെയേ അല്ല ട്രംപിൻ്റെ കാലം അങ്ങനെയായിരുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം സൗഹാർദ്ദപരമായ സമീപനം പുലർത്താൻ പ്രത്യേകിച്ച് നരേന്ദ്രമോദിയുമായിട്ട് നേതൃത്വം നല്ല ബന്ധങ്ങളുള്ളത് കൊണ്ട് അങ്ങനെ ആയിരിക്കാൻ പോകുന്നത്. പക്ഷേ റഷ്യയെ സംബന്ധിച്ചിടത്തോളം റഷ്യ എന്ന് പറയുന്നത് പരമ്പരാഗതമായി ഒരു എന്താ പറയുക അമേരിക്കയുടെ മേൽക്കോയ്മയ്ക്കെതിരെ നിന്നൊരു രാജ്യമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അത് അവസാനിച്ചു കഴിഞ്ഞു ലോകത്ത് എന്നുള്ളതാണ്. പക്ഷേ റഷ്യയുടെ തകർച്ച എന്ന് പറയുന്നത് ഉള്ളിലാണെങ്കിലും ട്രംപ് ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ താല്പര്യപ്പെടുന്നൊരു കാര്യമാണ് റഷ്യയുടെ തകർച്ച എന്ന് പറയുന്നത്. റഷ്യയുടെ അതാണ് അവരുടെ ബേസിക്കലി ഉന്നം എന്ന് പറയാവുന്നത്. ഏതായാലും അതിനകത്ത് ട്രംപിന് അനുകൂലമായ ഒരുപാട് ഘടകങ്ങളാണ് ഇപ്പോഴുള്ളത്. റഷ്യയിൽ പ്രത്യേകിച്ച് ഈ യുദ്ധം തകർത്തിരിക്കുന്ന സമ്പദ് വ്യവസ്ഥ നമ്മളിത് പറഞ്ഞു കഴിഞ്ഞത്, ആ സമ്പദ് വ്യവസ്ഥ തകർന്നതിനെ പറ്റി അത് പുനരുജ്ജീവിപ്പിക്കാനാവാത്തത്. കാരണം നമുക്കറിയില്ല ഈ ഒരു കലാപം രാജ്യത്ത് എങ്ങനെയാണ് പൊട്ടിപ്പുറപ്പെടുക എന്നുള്ള ഈ സമ്പദ് വ്യവസ്ഥയുടെ പൂർണ്ണമായ തകർച്ചയിലുണ്ട്. നമ്മൾ ഒരുപാട് രാജ്യങ്ങളിൽ കാണുന്നുണ്ട്. സിലോണിൽ നമ്മൾ കണ്ടു, ശ്രീലങ്ക, അവിടെ നമ്മൾ കണ്ടു ആളുകൾ പുറത്തേക്ക് ഇറങ്ങി, ആയിരക്കണക്കിന് ആളുകൾ പുറത്തിറങ്ങി കൊട്ടാരം വരെ കൈയേറുന്ന ഒരവസ്ഥ നമ്മൾ കണ്ടു. സാമ്പത്തിക തകർച്ചയുടെ ഭാഗമായിട്ടാണ്. അതിൽ നിന്നൊക്കെ കരകയറാൻ വളരെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. വേറെയും രാജ്യങ്ങൾ നമ്മൾ കണ്ടു. ഇപ്പം സിറിയയിൽ നടന്ന സംഭവങ്ങൾ നമ്മൾ കണ്ടു. ഇവിടെയൊക്കെ അടിസ്ഥാനപരമായി സാമ്പത്തികമാണ്. റഷ്യയെ സംബന്ധിച്ചിടത്തോളവും പുടിനെ സംബന്ധിച്ചിടത്തോളവും പുടിൻ ഈ പറയുന്നതല്ലാതെ പുടിൻ്റെ ഒരു ശക്തി തെളിയിക്കുന്ന അല്ലെങ്കിൽ പുടിനെ ലോകം അത്ര അംഗീകരിക്കുന്നു പല രാജ്യങ്ങളും എന്ന് പറഞ്ഞാൽ പുടിൻ്റെ ശക്തിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. പൊടിച്ചു കളയുമോ എന്ന് ചോദിച്ചല്ലോ ഗൗതം. അതിനുള്ള പൊടിക്കത്തക്ക വിധത്തിലുള്ള ദുർബലമായി കഴിഞ്ഞു പുടിൻ എന്ന് ചോദിച്ചാൽ ഒരു പരിധിവരെ ആയിട്ടുണ്ട് എന്ന് നമുക്ക് കരുതേണ്ടിയിരിക്കുന്നു. ട്രംപിനെ പോലൊരു ഭരണാധികാരി നിശ്ചയദാർഢ്യത്തോടെ നിശ്ചയദാർഢ്യത്തോടെ പ്രവർത്തിക്കേണ്ട, അദ്ദേഹത്തിൻ്റെ ഒരു നിശ്ചയദാർഢ്യം ഉണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ എല്ലാ പെരുമാറ്റത്തിലും. അദ്ദേഹം കണ്ടപ്പോൾ ഇപ്പം തന്നെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയോ ചെയ്തു, മെക്സിക്കോയുമായിട്ടുള്ള അതിർത്തിയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയോ ചെയ്തു. കാനഡ അടക്കമുള്ള രണ്ടാം രാജ്യങ്ങൾ തൻ്റെ അമേരിക്കയിലെ അടുത്ത സംസ്ഥാനമാക്കി മാറ്റണമെന്നുള്ളൊരു ചിന്ത ട്രംപിനുണ്ട്. ഇതൊക്കെ അദ്ദേഹം നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അതിലൊന്നാണ് ഈ യുക്രൈനുമായുള്ള കാര്യം. അതായത് പുടിൻ അദ്ദേഹത്തിന്റെ യഥാർത്ഥ സ്വഭാവം പുറത്തെടുത്തു കഴിഞ്ഞാൽ ട്രംപ് ചവിട്ടിക്കൂട്ടും. തീർച്ചയായിട്ടും പുടിൻ അദ്ദേഹത്തിന്റെ യഥാർത്ഥ സ്വഭാവം ഇനിയും പുറത്തെടുക്കാൻ കഴിയുമെന്ന് നമുക്ക് തോന്നുന്നില്ല. തീർച്ചയായിട്ടും അതിനുള്ള ശക്തി അദ്ദേഹത്തിന് ഇല്ലാതായിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യ സഹായം നൽകിയിരുന്ന പല രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുകളുണ്ടാകുന്നു. പിന്നെ ഇവരെ കൃത്യമായി ഉപരോധം ഏർപ്പെടുത്തുമെന്നുള്ള ട്രംപിൻ്റെ പ്രഖ്യാപനം പല വിധത്തിലാണ് ബാധിക്കാൻ പോകുന്നത്. ഈ അമേരിക്കയുടെ ഒരുപാട് സഖ്യകക്ഷികളുണ്ട്, ഈ ഒരുപാട് രാജ്യങ്ങളുണ്ട്, അമേരിക്കയുടെ ബ്ലോക്കിൽ നിൽക്കുന്ന ഒത്തിരി രാജ്യങ്ങളുണ്ട്. ഈ രാജ്യങ്ങളുമൊക്കെ ആയിട്ടുള്ള വ്യവസായ താല്പര്യങ്ങളുണ്ട്, വാണിജ്യ താല്പര്യങ്ങളുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയും റഷ്യയുമായി സത്യത്തിൽ നല്ല ബന്ധങ്ങളാണുള്ളത്. പരമ്പരാഗതമായി തുടരുന്ന ഒരു നല്ല ബന്ധമുണ്ട്. സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്ന കാലം മുതൽ ഒരു കാലത്ത് ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്നത്. ഇന്ദിരാഗാന്ധിയുടെ ഭരണകൂടം വരെയുള്ള കാലഘട്ടത്തിൽ ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്നത്. നമ്മുടെ ഒത്തിരി സമാജം സോവിയറ്റ് യൂണിയൻ ഏതൊക്കെ രീതിയിലാണ് ട്രംപിന് റഷ്യക്ക് മേലൊരു ഉപരോധം ഏർപ്പെടുത്താൻ പറ്റുക? അദ്ദേഹം ഇപ്പോൾ അധികാരത്തിൽ വന്നതിന് പിന്നാലെ വളരെ ഞെട്ടിപ്പിക്കുന്ന പല തീരുമാനങ്ങളും എടുത്തു കഴിഞ്ഞു. അതൊക്കെ വലിയ രീതിയിൽ ചർച്ചയാവുന്നുണ്ട്. അപ്പൊ ഈ തീരുമാനങ്ങളിൽ റഷ്യയെ ഉപരോധിക്കുന്ന എന്തൊക്കെ തീരുമാനങ്ങളാണുള്ളത്? അങ്ങനെയുള്ള തീരുമാനങ്ങൾ ഉണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. കയറ്റുമതി ചുങ്കം, റഷ്യ ചെയ്യുന്ന കാര്യങ്ങൾക്കുള്ള ചുങ്കം വർദ്ധിപ്പിക്കുക, നികുതി വർദ്ധിപ്പിക്കുക, ഇതൊക്കെ ചെയ്താൽ ഇന്നത്തെ അവസ്ഥയിൽ റഷ്യ വലിയ തകർച്ച റഷ്യ നേരിടും. അതാ നേരത്തെ പറഞ്ഞതുപോലെ ഈ സഖ്യരാഷ്ട്രങ്ങളുണ്ടല്ലോ റഷ്യയെ സംബന്ധിച്ചുള്ള അമേരിക്കയുടെ സഖ്യരാജ്യങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയാം. അമേരിക്കയുടെ സഖ്യരാജ്യങ്ങളുമായിട്ടുള്ള ബിസിനസ് വാണിജ്യ കരാറുകളുണ്ട്. ഈ പല കരാറുകളും പിന്നെ റദ്ദാക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് പോലും നീങ്ങിയേക്കാം. സാധാരണഗതിയിൽ നമ്മൾ ഈ ഉഭയകക്ഷി അല്ലെങ്കിൽ അന്താരാഷ്ട്ര കരാറുകൾ എന്ന് പറയുന്നത് പീരീഡ് വരെ നീണ്ടു നിൽക്കുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടല്ലോ. ഇപ്പം ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പോലും ചെയ്യണമെന്നില്ല. തൻ്റെ ആ ഒരു ഇംഗിതത്തിന് വേണ്ടി ചെയ്യും. കാരണം ഇത് ട്രംപ് പറഞ്ഞു പോയ കാര്യമാണ്, നേരത്തെ പറഞ്ഞിരുന്നതാണ്. താൻ ഉണ്ടായിരുന്നെങ്കിൽ യുദ്ധം ഉണ്ടാകുകയില്ല എന്നുള്ളതും 24 മണിക്കൂറിനുള്ളിൽ താൻ കയറി കഴിഞ്ഞാൽ യുദ്ധം അവസാനിപ്പിക്കുമെന്നും ട്രംപ് ലോകത്തോട് പ്രഖ്യാപിച്ചിരുന്ന കാര്യമാണ്. അപ്പം പ്രഖ്യാപിച്ച ഒരു കാര്യവും
ഇപ്പൊ ഹൈക്കോടതി അമേരിക്കയിലെ ഏതോ കോടതി 14 ദിവസം സ്റ്റേ ചെയ്തിട്ടുണ്ട്. അതൊക്കെ വെറും സ്റ്റേയിൽ അവസാനിക്കത്തേ ഉള്ളൂ. കാരണം തീരുമാനം എടുക്കാൻ പ്രസിഡന്റിനുള്ള വിപുലമായ അധികാരം വെച്ചുകൊണ്ട് ഇപ്പൊ ഈ ക്യൂബന്റെ മുകളിലൊക്കെ വലിയ ഉപരോധം ഏർപ്പെടുത്തുന്നുണ്ട്. തീവ്രവാദ രാഷ്ട്രത്തിൽ നിന്ന് ആ ഒരു ഇതിൽ നിന്ന് മാറ്റണം പിൻവലിച്ചു. ക്യൂബയെ സംബന്ധിച്ച് അത് പിൻവലിച്ചു. ക്യൂബയ്ക്ക് കൊടുത്തിരുന്ന ആ പരിരക്ഷ തീവ്രവാദ രാഷ്ട്രമല്ല എന്ന് പറഞ്ഞിരുന്നത് മാറ്റിക്കൊണ്ട് വീണ്ടും അങ്ങനെ തന്നെ പ്രഖ്യാപിക്കുന്ന ഒരവസ്ഥയിലാണ് എത്തിയിരിക്കുന്നത്. അതാണ് ഞാൻ പറയുന്നത്. അദ്ദേഹത്തിന്റെ നിലപാടുകളിൽ ഒരു വ്യത്യാസവുമില്ല, പറഞ്ഞ തീവ്രതയിൽ വ്യത്യാസമൊന്നുമില്ല, തീവ്രദേശീയതയിൽ വ്യത്യാസമില്ല. അതേപോലെ US ടിക്ടോക്ക് പോലുള്ള ആപ്പുകൾക്ക് ബാന് വന്നിട്ടുണ്ടായിരുന്നു. ആ ബാന് മാറ്റണമെങ്കിൽ അമേരിക്കയുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് അമേരിക്ക അല്ല, ചൈനയുമായിട്ടുള്ള ബന്ധം മൊത്തം ഉപേക്ഷിക്കുകയാണെങ്കിൽ ഈ ബാന് മാറ്റിത്തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാ ഞാൻ പറഞ്ഞത്. അപ്പം ഇന്ത്യയും, അതായത് ചൈന റഷ്യ മൊത്തത്തില് ട്രംപിന്റെ മുമ്പിൽ വീഴുന്ന ഒരു അവസ്ഥ തന്നെയാണ്. അല്ല, ചൈന റഷ്യ എന്നുള്ള ലോകത്തെ കീഴടക്കുക എന്ന് പറയുന്ന പഴയ അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ ഒരു ചിന്തയുണ്ടല്ലോ ലോകരാഷ്ട്രങ്ങളിൽ. പലപ്പോഴും അമേരിക്കൻ സാമ്രാജ്യത്വം ചെയ്തിരുന്ന യുദ്ധങ്ങൾ ഉണ്ടാക്കുകയും ആ യുദ്ധത്തിലൂടെ നേട്ടം കൊയ്യുകയും ചെയ്യുന്ന ഒരു സമീപനം മാറ്റിക്കൊണ്ട് കൃത്യമായും സാമ്പത്തിക, ഇപ്പോൾ ആ ഒരു ചിന്തയല്ല. നേരത്തെ അങ്ങനെ ആയിരുന്നല്ലോ, യുദ്ധങ്ങൾ രാജ്യങ്ങൾ ഉണ്ടാക്കുക, ആ യുദ്ധങ്ങളിൽ നിന്ന് മുതലെടുക്കുക, ആയുധങ്ങളുടെ വിൽപ്പന, ഇതിലൊക്കെ. പക്ഷെ എനിക്ക് തോന്നുന്നത് ആ ഒരു ചിന്താഗതിക്ക് അല്പം മാറ്റം വന്നുകൊണ്ട് തികച്ചും വാണിജ്യപരമായി, വ്യവസായപരമായി, അല്ലെങ്കിൽ അത്തരം കച്ചവട കരാറുകളിലൂടെ ഒക്കെ ഈ രാഷ്ട്രങ്ങളെ തകർക്കാനുള്ള, അങ്ങനെ മേൽക്കൈ നേടാനുള്ള ഒരു ശ്രമമാണ് ട്രംപിൻ്റെ ഭാഗത്ത്. അപ്പോൾ നേരിട്ടുള്ള യുദ്ധങ്ങൾ ഒഴിവാകുന്നു. ഇപ്പം തന്നെ യുദ്ധം ഒഴിവാക്കുന്നതിൽ മേൽക്കൈ നേടാൻ കഴിയുന്നു. അതിലൂടെ ഒരു സമാധാന ദൂതൻ്റെ പരിവേഷം ഒരു പരിധിവരെ കിട്ടുന്നു. അതേ അവസരത്തിൽ നേരത്തെ തുടർന്നിരുന്ന അതേ മനോഭാവം എന്ന് പറയുന്നത് കച്ചവട കണ്ണിലൂടെ തുടരാൻ ശ്രമിക്കുന്നു. എല്ലാ അർത്ഥത്തിലും അമേരിക്കൻ ദേശീയതയെ സംബന്ധിച്ചിടത്തോളം, അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർ സ്വയം വലിയ മുന്നേറ്റം ഉണ്ടാക്കാനും ട്രംപ് എന്താ പറയുന്നത് ഇതുവരെയുള്ളതിൽ കഴിഞ്ഞ കരുത്തനായ ഒരു പ്രസിഡന്റായി തോന്നിപ്പിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ട്രംപ് ചെയ്യും. പുട്ടിനെ പുട്ടാക്കാൻ ട്രംപ് വിചാരിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ സാഹചര്യത്തിൽ സാധിക്കുന്ന ഒരു കാര്യമാണ്.